ഹലോ PSC ആസ്പിരൻസ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 വീഡിയോ ഡിസ്കഷൻ ടോപ്പിക് കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ക്യുമുലേറ്റീവ് റിവിഷനോട് ഉൾപ്പെടുത്തിയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 ഓക്കെ, നോക്കാം. 2022 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് തോമസ് മാത്യുവിന് ഏത് കൃതിക്കാണ് ലഭിച്ചത്? ആശാന്റെ സീതായനം എന്ന സാഹിത്യ വിമർശനമാണ്. ഓക്കെ, തോമസ് മാത്യുവിൻ്റെ ആശാന്റെ സീതായനം എന്ന സാഹിത്യ വിമർശനത്തിനാണ് 2022 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത നോക്കാം. ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അനുരാധ റോയ്ക്കാണ് ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. ഏത് കൃതിയാണ്? ഓൾ ദ ലൈഫ്സ് വി നെവർ ലീവ്ഡ് എന്ന നോവലാണ്. ഇതൊരു നോവലാണ്. ഈ നോവലിനാണ് ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം അനുരാധ റോയ് നേടുന്നത്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. 2022 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് തോമസ് മാത്യുവിന് ആശാന്റെ സീതായനം എന്ന സാഹിത്യ വിമർശനത്തിന്. ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് അനുരാധ റോയ്ക്ക്. ഏതാണ് നോവൽ? ഓൾ ദ ലൈഫ്സ് വി നെവർ ലീവ്ഡ്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് ബദ്രി നാരായണനാണ്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ബദ്രി നാരായണൻ. അതൊരു കവിതയ്ക്കാണ് ലഭിക്കുന്നത്, തുംഡി കെ ശബ്ദ് എന്ന കവിതയ്ക്ക്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ബദ്രി നാരായണൻ, തുംഡി കെ ശബ്ദ്. നമുക്ക് ക്യുമുലേറ്റീവായിട്ട് റിവൈസ് ചെയ്തുകൂടെ പോകാം. അപ്പം മലയാള സാഹിത്യകൃതിക്കുള്ള അവാർഡ് ലഭിച്ചത് തോമസ് മാത്യു, ആശാന്റെ സീതായനം സാഹിത്യ വിമർശനമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം അനുരാധ റോയ്, ഓൾ ദി ലൈഫ്സ് വി നെവർ ലീവ്ഡ് എന്ന നോവലിന്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ബദ്രി നാരായണൻ, തുംഡി കെ ശബ്ദ് എന്ന കവിതയ്ക്ക്. അടുത്തത് കന്നഡ സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം മുദ്നഗുഡു ചിന്നസ്വാമിക്കാണ്. മുദ്നഗുഡു ചിന്നസ്വാമി. ഏതാണ് കൃതി? ബഹുത്വവാദ ഭാരത മട്ടു ബൗദ്ധ താത്വികതേ. അതൊന്ന് കേട്ടിരുന്നാൽ മതി. ഓക്കെ, ബഹുത്വവാദ ഭാരത മട്ടു ബൗദ്ധ താത്വികതേ എന്ന കൃതിക്കാണ് മുദ്നഗുഡു ചിന്നസ്വാമിക്ക് കന്നഡ സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിവർത്തനങ്ങളിലേക്ക് വരാം. മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയത് ചാത്തനത്ത് അച്യുതനുണ്ണിയാണ് മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുന്നത്. ഏതാണ് കൃതി? വാമനാചാര്യൻ്റെ കാവ്യലങ്കാ സൂത്രവൃതി എന്ന സംസ്കൃതം ട്രാൻസ്ലേറ്റ് ചെയ്തതിനാണ് മലയാള ഭാഷാ വിവർത്തനത്തിനുള്ള പുരസ്കാരം ചാത്തനത്ത് അച്യുതനുണ്ണി അർഹനായത്. അടുത്തത് ഇംഗ്ലീഷ് ഭാഷയിലെ വിവർത്തനത്തിന് അർഹനായത് കെ കല്യാൺ രാമൻ. അത് പെരുമാൾ മുരുകൻ്റെ ഒരു തമിഴ് നോവലാണ് പൂനാച്ചി. അത് വിവർത്തനം ചെയ്തതാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ വിവർത്തനത്തിന് കെ കല്യാൺ രാമൻ പുരസ്കാരത്തിന് അർഹനായത്. പൂനാച്ചി ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പൂനാച്ചി എന്ന് പറയുന്നത് പെരുമാൾ മുരുകൻ്റെ തമിഴ് നോവലാണ്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പൂനാച്ചി ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട്. അപ്പോൾ കെ കല്യാൺ രാമനാണ് ഇംഗ്ലീഷ് ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടുന്നത്. മലയാള ഭാഷയിൽ നേടിയത് ചാത്തനത്ത് അച്യുതനുണ്ണി. സംസ്കൃതം ഒരു കൃതി വിവർത്തനം ചെയ്തിട്ടാണ്. വാമനാചാര്യൻ്റെ കാവ്യലങ്കാ സൂത്രവൃതി എന്ന കൃതി വിവർത്തനം ചെയ്തിട്ടാണ് ചാത്തനത്ത് അച്യുതനുണ്ണി പുരസ്കാരത്തിന് അർഹനാവുന്നത്. അടുത്ത നോക്കാം. ആസാമീസ് ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടുന്നത് ജൂറി ദത്ത ഒരു മലയാളം നോവലാണ്. നോവലിസ്റ്റ് നാരായണൻ്റെ മലയാളം നോവലാണ് കൊച്ചരേത്തി. ഇത് വിവർത്തനം ചെയ്തു. അരയെ നാരി എന്ന പേരിൽ ഇത് വിവർത്തനം ചെയ്തു ആസാമീസ് ഭാഷയിലേക്ക്. അപ്പം അതിനാണ് ആസാമീസ് ഭാഷയിൽ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടിയത് ജൂറി ദത്ത. കൊച്ചരേത്തി എന്ന മലയാളം നോവലിസ്റ്റ് നാരായണൻ്റെ മലയാളം നോവലാണ്. അത് അരയെ നാരി എന്ന പേരിൽ വിവർത്തനം ചെയ്തു. അടുത്തത് നോക്കാം. സന്താലി ഭാഷയിലെ വിവർത്തനത്തിന് ഇതുകൂടി പഠിക്കാം, കാരണം അതും ഒരു മലയാളം നോവലിൻ്റെ വിവർത്തനമാണ്. സന്താലി ഭാഷയിലെ വിവർത്തനത്തിന് നേടിയത് ലക്ഷ്മൺ കിസ്കു എന്ന ആളാണ്. മേരോം ഗുപ്പി ദിൻ എന്ന നോവലിനാണ്. ഇത് ഏത് നോവലാണെന്നറിയാമോ? ബെന്യാമിൻ്റെ ആടുജീവിതത്തിൻ്റെ വിവർത്തനമാണിത്.
മേരൂം ഗുപ്പി ദിൻ എന്നത് ബെന്യാമിൻ്റെ ആടുജീവിതത്തിൻ്റെ വിവർത്തനമാണ്. സന്താലി ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്തത്. ആരാണ് വിവർത്തനം ചെയ്തത്? ലക്ഷ്മൺ കിസ്കു. അതിനാണ് സന്താലി ഭാഷയിലെ വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത്. അപ്പം അത്രയും നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. വിവർത്തനം മാത്രം ഒന്ന് റിവൈസ് ചെയ്യാം. ഇപ്പോൾ മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം നേടുന്നത് ചാത്തനത്ത് അച്യുതനുണ്ണിയാണ്. അതൊരു സംസ്കൃതം വാമനാചാര്യൻ്റെ കാവ്യലങ്കാ സൂത്രവൃതി എന്ന സംസ്കൃതം കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്താണ് അദ്ദേഹം ആ പുരസ്കാരത്തിന് അർഹനായത്. ഇംഗ്ലീഷ് ഭാഷയിൽ നേടിയതാരാ? പെരുമാൾ മുരുകൻ്റെ ഒരു തമിഴ് നോവലാണ് പൂനാച്ചി. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. പൂനാച്ചി ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട്. കെ കല്യാൺ രാമനാണ് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. ഇനി ആസാമീസ് ഭാഷയിൽ വിവർത്തനത്തിന് പുരസ്കാരം നേടിയത് ജൂറി ദത്തയാണ്. ഏത് നോവലിനാണ്? മലയാളം നോവലായ കൊച്ചരേത്തി എന്നത് അരയനാരി എന്ന പേരിൽ ആസാമീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. സന്താലി ഭാഷയിൽ വിവർത്തനത്തിന് നേടിയത് ലക്ഷ്മൺ കിസ്കു. മേരോം ഗുപ്പി ദിൻ ബെന്യാമിൻ്റെ ആടുജീവിതമാണ് വിവർത്തനം ചെയ്തത്. ഓക്കെ, നമ്മൾ ഇത്രയും പഠിച്ചത് 2022 മലയാള സാഹിത്യ കൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എം തോമസ് മാത്യു, ആശാന്റെ സീതായനം സാഹിത്യ വിമർശനമാണത്. ഇംഗ്ലീഷ് സാഹിത്യത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അനുരാധ റോയ്, ഓൾ ദി ലൈവ്സ് വി നെവർ ലീവ്ഡ് എന്ന നോവലിന്. ഇനി എന്താ? ബദ്രി നാരായണൻ എന്താ ലഭിച്ചത്? ഹിന്ദി സാഹിത്യകൃതിക്കുള്ള പുരസ്കാരമാണ് തുമ്ടി കെ ശബ്ദ് എന്ന കവിതയ്ക്ക്. കന്നഡ സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മുത്നഗുഡു ചിന്നസ്വാമി. പിന്നെ വിവർത്തനങ്ങൾ നമ്മൾ പഠിച്ചു. ചാത്തനത്ത് അച്യുതനുണ്ണി മലയാളം, ഇംഗ്ലീഷ് കെ കല്യാൺ രാമൻ, ആസാമീസ് ജൂറി ദത്ത, സന്താലി ഭാഷയിലുള്ളത് ലക്ഷ്മൺ കിസ്കു. അടുത്ത സെറ്റ് നോക്കാം. മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? എ സേതുമാധവനാണ്. കൃതി ചേക്കുട്ടി. സേതുക്കുട്ടി എന്ന് ഓർത്താൽ മതി. ഓക്കെ, മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടുന്നത് എ സേതുമാധവനാണ്. സേതു എന്ന് പറയും. സേതുമാധവനാണ്. ഏത് കൃതിക്കാണ്? ചേക്കുട്ടി എന്ന നോവലിന്. ഇത് നോവലാണ്. ചേക്കുട്ടി നോവലാണ്. ചേക്കുട്ടി എന്ന നോവലിനാണ് മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടുന്നത്. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടുന്നത് ആരാണ്? അനഘ ജെ കോലത്താണ്. അനഘ ജെ കോലത്താണ് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹയായത്. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കൃതിക്കാണ് അർഹയാകുന്നത്. അപ്പോൾ യുവ പുരസ്കാരം ലഭിക്കുന്നത് അനഘ ജെ കോലത്തിന്, മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കൃതിക്ക്. ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എ സേതുമാധവന്, ചേക്കുട്ടി എന്ന നോവലിന്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ ആരൊക്കെയാണ്? കെ പി രാമനുണ്ണി, എസ് മഹാദേവൻ തമ്പി, വിജയലക്ഷ്മി എന്നിവരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ. ഒരു ചോദ്യം നമ്മൾ വിട്ടുപോയി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണൻ നമുക്കെല്ലാവരെയും മുൻപേ പറക്കുന്ന പക്ഷികൾ, തീക്കടൽ കടഞ്ഞ തിരുമധുരം, നിഴൽപ്പാടുകൾ, പിന്നെ ഏതാ സ്പന്ദമാപിനികളെ നന്ദി, ഇതൊക്കെ എഴുതിയതാണ് സി രാധാകൃഷ്ണൻ. അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച മലയാള സാഹിത്യകാരനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 2022 മലയാള സാഹിത്യകൃതിക്കുള്ള, അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറയാൻ ശ്രമിക്കണേ. 2022 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് എം തോമസ് മാത്യു. കൃതി ഏതാണ്? ആശാന്റെ സീതായനം സാഹിത്യ വിമർശനമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അനുരാധ റോയ്. ഏതാണ് കൃതി? ഓൾ ദി ലൈവ്സ് വി നെവർ ലീവ്ഡ് എന്ന നോവലിനാണ് ലഭിക്കുന്നത്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ബദ്രി നാരായണൻ, തുമ്ടി കെ ശബ്ദ് എന്ന കവിതയ്ക്ക്. കന്നഡ സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ലഭിച്ചത് മുത്നഗുഡു ചിന്നസ്വാമി. ഏതാണ് കൃതി? ബഹുത്വവാദ ഭാരത മട്ടു ബൗദ്ധ താത്വികതേ. ഇനി വിവർത്തനങ്ങളാണ്. മലയാള ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് ചാത്തനത്ത് അച്യുതനുണ്ണി. അതൊരു സംസ്കൃതം കൃതിയാണ് വിവർത്തനം ചെയ്തത്. വാമനാചാര്യൻ്റെ കാവ്യലങ്കാ സൂത്രവൃതി. ഇംഗ്ലീഷ് ഭാഷയിലെ വിവർത്തനം ഏതാ? കെ കല്യാൺ രാമനാണ്. പെരുമാൾ മുരുകൻ്റെ തമിഴ് നോവലായ പൂനാച്ചിയുടെ വിവർത്തനത്തിനാണ് ലഭിക്കുന്നത്. പൂനാച്ചി ദ സ്റ്റോറി ഓഫ് ബ്ലാക്ക് ഗോട്ട്. ആസാമീസ് ഭാഷയിലെ വിവർത്തനം ഏതാണ്? ജൂറി ദത്തയ്ക്കാണ് പുരസ്കാരം ലഭിക്കുന്നത്. മലയാളം നോവലായ നാരായണൻ്റെ കൊച്ചരേത്തി എന്ന നോവലാണ് അരയനാരി എന്ന പേരിൽ ആസാമീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത്. ആരാ ചെയ്തത്? ജൂറി ദത്ത.
സന്താലി ഭാഷയിലെ വിവർത്തനത്തിന് ലഭിച്ചത് ലക്ഷ്മൺ കിസ്കു മെരോം ഗുപ്പി ദിൻ എന്ന നോവലിനാണ്. അത് ഏത് നോവലാ? ബെന്യാമിൻ്റെ ആടുജീവിതത്തിൻ്റെ വിവർത്തനമാണത്. ഇനി മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടുന്നത് എ സേതുമാധവൻ ചേക്കുട്ടി എന്ന നോവലിന്. ഇനി യുവ പുരസ്കാരം മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് അനഘ ജെ കോലത്താണ്. ഏതാണ് കൃതി? മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വം ലഭിച്ച മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ കെ പി രാമനുണ്ണി, എസ് മഹാദേവൻ തമ്പി, വിജയലക്ഷ്മി എന്നിവരാണ്. അപ്പോൾ 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഈസി ആയിട്ട് പഠിച്ചില്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ റിവൈസ് ചെയ്യുക, നോട്ട്സ് എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് പതുക്കെ എല്ലാ പുരസ്കാരങ്ങളും പഠിച്ചെടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ബൈ.